ടെലിവിഷൻ ചാനലിൽ ഇസ്രായേൽ അനുകൂല പരാമർശങ്ങൾ നടത്തിയതിന് കറാച്ചിയിൽ പത്രപ്രവർത്തകനെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പിന്റെ പ്രവർത്തകർ കൊലപ്പെടുത്തി. സെപ്റ്റംബർ 21-ന് കറാച്ചിയിലെ മാലിർ പ്രദേശത്തുള്ള ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകനായ ഇംതിയാസ് മിറിനെ കൊലപ്പെടുത്തിയ കേസിൽ തീവ്രവാദികളെന്ന് സംശയിക്കുന്ന 4 തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പ് അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസ്രായേലിന്റെ അനുഭാവിയായി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും പരസ്യമായി ഇസ്രായേലിനെ പിന്തുണച്ചതിനാലുമാണ് കൊലയാളികൾ ഇംതിയാസിനെ ലക്ഷ്യമിട്ടതെന്ന് ആഭ്യന്തരമന്ത്രി സിയാവുൾ ഹസൻ തിങ്കളാഴ്ച പറഞ്ഞു. പാകിസ്ഥാന് പുറത്തുള്ള തങ്ങളുടെ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്ന് അറസ്റ്റിലായ 4 പ്രതികൾ സമ്മതിച്ചതായും അറസ്റ്റിലായ പ്രതികൾ വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ്, അവരുടെ നേതാവ് അയൽ രാജ്യത്താണ് താമസിക്കുന്നതെന്ന് ഒരു രാജ്യത്തിന്റെയും പേര് പറയാതെയും സിന്ധ് പോലീസ് ഇൻസ്പെക്ടറും സിറ്റി പോലീസ് മേധാവിയും മാധ്യമങ്ങളോട് പറഞ്ഞു. നിരോധിത സൈനബിയോൺ ബ്രിഗേഡിന്റെ ഭാഗമായ ലഷ്കർ സറുല്ലയുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. അന്വേഷണത്തിനിടെ 2 ഫെഡറൽ ഇന്റലിജൻസ് ഏജൻസികൾ കറാച്ചി പോലീസുമായി സംയുക്തമായി പ്രവർത്തിച്ചിരുന്നുവെന്നും അറസ്റ്റിലായ എല്ലാ പ്രതികളും കൊലപാതകത്തിൽ തങ്ങളുടെ പങ്കാളിത്തം സമ്മതിച്ചിട്ടുണ്ടെന്നും പ്രതികളിൽ ഒരാൾക്ക് മുൻ ക്രിമിനൽ റെക്കോർഡുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ലോകം മുഴുവനും സത്യത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം തീവ്രവാദത്തിനൊപ്പം നിൽക്കണമെന്ന തരത്തിൽ സത്യത്തെ വളച്ചൊടിക്കുന്നതിനും സത്യത്തെ നിശബ്ദമാക്കുന്നതിനും കാരണമാകുന്നുവെന്ന് വിമർശകർ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.